2 കുട്ടികള്. ഉം. ഒരു കുട്ടിയില് ബാഡ്മിന്റൺ ടൂർണമെന്റ് വരാ. അതിലൊരു കുട്ടിക്ക് ഭയങ്കര ടാലന്റഡ് ആണ്. നന്നായിട്ട് കളിക്കാൻ അറിയാം. പക്ഷെ എന്താ ഡെയിലി പ്രാക്ടീസിന് വരികയില്ല. വേറെ ഒരു കുട്ടി നല്ല ആവറേജ് ആയിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ ഡെയിലി പ്രാക്ടീസിന് വരും. ആ കറക്റ്റ് ടൈമിന് വരും. അത് തീരുമ്പളേ വീട്ടിൽ പോവുള്ളൂ. അങ്ങനെ ഡെയിലി ഷോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ടൂർണമെന്റ് 2 വീക്സ് കഴിഞ്ഞിട്ടാ. ആർക്കായിരിക്കും ഇതില് വിൻ ചെയ്യാനുള്ള ചാൻസ് കൂടുതല്? ഡെയിലി വരുന്ന കുട്ടിയാണോ? കറക്റ്റ്. ഡെയിലി വരുന്ന കുട്ടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാലന്റ് ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അന്നത്തെ ഒരു മാച്ചിന്റെ ദിവസം നമുക്ക് ആ ഒരു സ്ട്രെച്ച് കളിക്കാനും ഒരു ഇതിന്ന് അടുത്ത സെറ്റിലേക്ക് പോകാനും അപ്പൊ ഒരു സ്റ്റാമിന ഒക്കെ ബിൽഡ് ചെയ്യണ്ടേ? ഇത് പറ്റില്ലല്ലോ. അപ്പം ചെറുപ്പത്തിലെ നമ്മൾ പഠിച്ചു വരേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഹാബിറ്റ്സ്, അല്ലേ? കറക്റ്റാടാ. ഇപ്പൊ നീ പറഞ്ഞു വരുമ്പോ ഞാൻ ആലോചിക്കുന്നത് ഹാബിറ്റ് അല്ലെങ്കിൽ ശീലങ്ങൾ. അത് നല്ലതായാലും ശരി, ചീത്തയായാലും. നമ്മള് ഒരേ കാര്യം സ്ഥിരമായിട്ട് കുറേ ദിവസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ശീലാവുന്നാ പറയപ്പെടുന്നത്. അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മളിപ്പം എണീറ്റ ഉടനെ പല്ല് തേക്കുന്നത്. അത് നമ്മളോട് ആരും പറയണ്ടല്ലോ. ഇപ്പൊ ബ്രെയിനിന് അങ്ങനെയാ. ഒരേ കാര്യം കുറേ ദിവസം ചെയ്താൽ ബ്രെയിനിന് അതൊരു ചെറിയ ഷോർട്ട് കട്ട് ആയിട്ടാ തോന്നുക. അത് ക്വിക്ക്ലി അത് ഫോളോ ചെയ്യും. അതേപോലെ കിടക്കാൻ പോണതിന്റെ മുമ്പ് ആരും പറഞ്ഞില്ലെങ്കിലും നമ്മൾ എത്ര തിരക്കുള്ള ദിവസമാണെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ചേഞ്ച് ചെയ്തു, ബ്രഷ് ചെയ്തു, കിടന്നു. മറ്റൊരു കാര്യം നമ്മൾ കാറ് കയറിയിരുന്നു വെച്ചോളൂ. ആരും പറയണ്ടല്ലോ, ഓട്ടോമാറ്റിക്കലി നമ്മളെ കൈ പോകും സീറ്റ് ബെൽറ്റിലേക്ക്. നമ്മൾ ബെൽറ്റ് ഇടും. ഇപ്പാണെങ്കിൽ റീസെന്റ് നമ്മൾ ചെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും നമ്മൾ ഫോൺ കണ്ട നമ്മൾ എന്താ ചെയ്യുക? ഉടനെ ആ ഫോൺ എടുത്തു. സമയമുണ്ടോ ഇല്ലേ അല്ലെ, നമുക്കത് സ്ക്രോൾ ചെയ്ത് പോവും, നമ്മൾ അറിയാതെ സംഭവിക്കും. ഇതാണ് ഒരേ കാര്യം കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്താൽ നീ പറഞ്ഞ പോലെ അതൊരു ശീലാവാണ്. അതെ. എനിക്ക് തോന്നുന്നു ചെറിയ, ചെറിയ, ചെറിയ കാര്യങ്ങൾ അല്ലേ? എല്ലാ ദിവസവും നമ്മളത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താലാണ് നമുക്കൊരു ഹാബിറ്റ് ഫോം ആവുക. ഇപ്പൊ ബുക്ക് വായിക്കാൻ. ഇതുപോലെ ഒരു കഷ്ടപ്പെട്ട് ബുക്ക് വായിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കുട്ടി. അല്ലെങ്കിൽ പേരൻറ്സ് ആ കുട്ടിക്ക് ഒരു റീഡിംഗ് ഹാബിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. വേറൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ഒറ്റയടിക്ക് ഇരുന്ന് ഫുള്ള് വായിച്ചു തീർക്കണം. അല്ലാതെ ഇന്ന് പകുതി വായിച്ച് നാളെ പകുതി വായിക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം ഈ കുട്ടി എന്ത് ചെയ്യും? ഈ ഒറ്റയടിക്ക് വായിക്കേണ്ട ഒരു കുട്ടി അതിനു വേണ്ടിയുള്ള സമയത്തിന് എന്ന് പറഞ്ഞാൽ എല്ലാ ഡേയ്സിലും വായിക്കാൻ പറ്റില്ലല്ലോ. വീക്കെൻഡ്സിലോ അല്ലെങ്കിൽ ഹോളിഡേയ്സിന്റെ സമയത്തോ ഒക്കെ ഇരുന്ന് വായിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ഒരു ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം 400 പേജസ് ഒക്കെ ഉണ്ടാവില്ലേ? വേറൊരു കുട്ടി ഈ ശീലം വരുത്താൻ വേണ്ടി അതിന്റെ അമ്മ പറയാണ്, നിന്നെ കൊണ്ട് ഇന്ന് 10 പേജ് വായിക്കാൻ പറ്റുന്നുള്ളോ? 10 പേജ് വായിച്ചാൽ മതി. ഡെയിലി 10 പേജ് വായിക്കുക. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി ഈ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടീനെക്കാട്ടും കൂടുതൽ ബുക്സ് ഒരു ഇയറിൽ വായിച്ചിട്ടുണ്ടാവും. 40 ദിവസം കൊണ്ട് 400 പേജുള്ള ഒരു ബുക്ക് തീർത്തില്ലേ? മറ്റേ കുട്ടി വെയിറ്റ് ചെയ്യും. എന്താ പറയാ, ഒരു വെക്കേഷൻ ടൈം വേറെ ഒരു പണി ഇല്ലാണ്ടിരിക്കുന്ന ഒരു ടൈമിൽ ബുക്ക് വായിച്ച് തീർക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ആ കുട്ടി ഹാർഡ്ലി ഒരു 2 or 3 ബുക്സേ ഒരു ഇയറിൽ വായിക്കുള്ളൂ. അതേസമയം ഈ കുട്ടി ഒരു 8 to 10 ബുക്സ് സുഖമായി വായിച്ചു തീർക്കും. അതെ, അതിന്റെ ബാക്കിൽ ഒരു സയൻസ് ഉണ്ട് ട്ടോ. നമ്മളിപ്പോ തുടക്കത്തിൽ പറഞ്ഞില്ലേ ബ്രെയിൻന്ന്. ഉം. ഈ ബ്രെയിനിന് ഒരേ കാര്യം ശീലായ ആ ഒരു പാത്വേ ഉണ്ട്. അത് ഭയങ്കര സ്ട്രോങ് ആയി മാറും. അത് സ്ട്രോങ് ആകുമ്പോൾ ബ്രെയിന് ആ വർക്ക് ഭയങ്കര എഫേർട്ട്ലെസ് ആയി തോന്നുത്രേ. അതുകൊണ്ടാണ് ശീലം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് അങ്ങനെ തന്നെ ആയി പോകുന്നു പറയുന്നത്. ആലോചിച്ചോളൂ, ഇപ്പൊ സൈക്ലിംഗ് കേട്ടോ. ഒരു കുട്ടീനെ നമ്മളിപ്പോ ചെറുപ്പത്തിൽ സൈക്ലിംഗ് ശീലിപ്പിക്കണം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ആ കുട്ടീനെ സൈക്കിളിൽ പിടിച്ചിരുത്തുമ്പോൾ കുറച്ച് പേടി ഉണ്ടാവും. പിന്നെ കുറച്ചിങ്ങനെ വിറച്ചിട്ടും ഇങ്ങനെ വോബിൾ ചെയ്തിട്ടൊക്കെയായിരിക്കും പോവുക. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി ഇടിക്കുകയും ചെയ്യും. ഇതേപോലെ ഒരു കുറച്ച് ദിവസങ്ങൾ ഡെയിലി പോയി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാണും? ഇതേ കുട്ടി പാട്ടും പാടി കൈയൊക്കെ വിട്ട് സൈക്കിൾ ചെയ്യുന്നത് കാണും. എന്നുവെച്ചാൽ ബ്രെയിൻ പഠിച്ചു. ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ? അത് ബ്രെയിൻ മറക്കില്ല. അപ്പൊ ഇതിനെ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാൻ സയൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 21 ഡേ റൂൾ ഉണ്ട് ഇത്ര. ഇപ്പൊ നമുക്ക് അറിയില്ല ഒരു പുതിയ ഹാബിറ്റ്, ഞാൻ വിചാരിക്കും എനിക്ക് നല്ലൊരു ശീലം തുടങ്ങണം. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ രാവിലെ എണീക്കുന്ന ശീലം എനിക്ക് തുടങ്ങണം വെച്ചോളൂ. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? കണ്ടിന്യൂസ്ലി അറ്റ്ലീസ്റ്റ് ഫോർ 21 ഡേയ്സ്, അതാണ് ഇന്ന് 5:30ക്ക് എണീറ്റേ. അറ്റ്ലീസ്റ്റ് ഫോർ 21 ഡേയ്സ് രാവിലെ നമ്മൾ ആ ടൈമിൽ എണീക്കുക. അതിനുശേഷം പ്രൊഡക്റ്റീവ് ആണോ അല്ലയോ ഒന്നും നോക്കണ്ട. ആ ടൈമിൽ എണീക്കുക. ഈ 21 ഡേയ്സ് എല്ലാവർക്കും നിർബന്ധമല്ല കേട്ടോ. 21 ഡേയ്സിൽ തന്നെ ചിലവർ 15-16 ഡേയ്സ് കഴിയുമ്പോൾ അവർക്ക് ആ ശീലം ഡെവലപ്പ് ചെയ്യും. ചിലവർക്ക് അത് ചെയ്യില്ല. പക്ഷെ നമ്മൾ അതിനനുസരിച്ചിട്ട് അത് ഡെവലപ്പ് ചെയ്താൽ പിന്നെ ബ്രെയിൻ അത് പഠിക്കും. അതുകൊണ്ടാണ് സൈക്ലിംഗ്, സ്വിമ്മിംഗ് ഒക്കെ നമ്മൾ ഒരിക്കൽ പഠിച്ചാൽ പിന്നെ മറക്കില്ല. കാരണം ബ്രെയിൻ ആ വഴി കണ്ടെത്തി കഴിഞ്ഞു. ഉം. ഇത് ഞാന് ചില ശീലങ്ങൾ കേട്ടോ വരുത്താൻ വേണ്ടി നോക്കുമ്പോൾ കുട്ടികളുടെ പണ്ട് ഇതൊന്നും അറിയത്തില്ലാത്ത സമയത്ത് വരുത്താൻ വേണ്ടി നോക്കുമ്പോൾ നാളെ തൊട്ട്
അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്കൂൾ റീഓപ്പണിംഗ് ആന്ന് വിചാരിച്ചോളൂ. നാളെ സ്കൂൾ റീഓപ്പണിംഗ്. ഇന്ന് വരെ കുട്ടികൾ എണീക്കുന്നത് 8:30, 9 മണിക്കായിരിക്കും രാവിലെ. ഉം. നെക്സ്റ്റ് ഡേ തൊട്ട് ഞാൻ പറയും 6 മണിക്ക് എണീക്കണം. ഉം. അപ്പൊ എന്താ പറ്റണെന്ന് പറഞ്ഞാൽ ഈ ഹോളിഡേസ് മുഴുവൻ 9 മണിക്ക് എണീറ്റോണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്ത് ഞാൻ നാളെ തൊട്ട് ചേഞ്ച് ആവാനാ ഈ പറയുന്നത്. ആക്ച്വലി എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതൊക്കെ വായിക്കുമ്പം അതൊക്കെ തെറ്റാന്ന്. എന്തെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ലടാ. നീ പറയുന്ന പോലെ ഒരു 21 ഡേയ്സ് എങ്കിലും മിനിമം നമ്മൾ കൊടുത്താലേ ഒരു പുതിയ ഹാബിറ്റ് ആവുള്ളൂ. അപ്പം ആക്ച്വലി ഹോളിഡേയ്സിന് ഏകദേശം ഒരാഴ്ച, 1.5 ആഴ്ചയോ മുമ്പെങ്കിലും ട്രൈ ചെയ്യണം ആ കുട്ടിയെ 6 മണിക്ക് എണീപ്പിക്കണമെങ്കിൽ. ഇതൊന്നും അറിയാണ്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കിനും ഇവര് എണീക്കുന്നില്ല. എണീറ്റ് കഴിഞ്ഞാലോ ഉറക്കം തൂങ്ങിയിരിക്കുക. അപ്പൊ ഞാൻ ഓർക്കും ദൈവമേ ഇതെന്താ ഇത്ര കഷ്ടാണോ? ആക്ച്വലി ശരിക്കും നമ്മൾ പേരൻസ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ എന്താ, ഓ ജങ്ക് ഫുഡ് കട്ട് ചെയ്യാൻ പോവാ, നാളെ തൊട്ട് ഇവിടെ ഹെൽത്തി ഫുഡേ ഉള്ളൂ. പിള്ളേര് ശരിക്കും ഷോക്ക്ഡ് ആവുക. ഇന്നലെ വരെ 9 മണിക്ക് എണീറ്റ കുട്ടി ഇന്ന് തൊട്ട് അല്ലെങ്കിൽ നാളെ തൊട്ട് 6 മണിക്ക് എണീക്കണം. അവരിങ്ങനെ ആവുക. അപ്പം എന്താന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം ഈ വെക്കേഷൻ ടൈമിൽ നമ്മൾ സ്ക്രീൻ ടൈം കുറച്ച് കൂടുതൽ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സ്കൂൾ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് നോ സ്ക്രീൻ ടൈം. അവര് ഞെട്ടിപ്പോവും. ആക്ച്വലി അതിനെ ഗ്രാജുവലി ടൈം വെച്ചിട്ട് കുറച്ച് ദിവസം കൊടുത്തൊക്കെയാണ് കുറയ്ക്കേണ്ടതെന്നുള്ള മാതിരി നമ്മൾ ഹാബിറ്റിനെയും ആക്ച്വലി ഇതുപോലെ കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ടൊന്നും ചേഞ്ച് ചെയ്യാൻ നോക്കാതെ പതുക്കെ 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 വേണം ചേഞ്ച് ചെയ്യാൻ നോക്കാൻ. അതുപോലെ കുട്ടികൾക്കാണെങ്കിലും ചിലപ്പോൾ ഇപ്പൊ എനിക്കാണെങ്കിലും ബുക്ക് വായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് വായിക്കുന്ന ഒരു ഹാബിറ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാനതൊരു ഹാബിറ്റ് ആക്കാൻ നേരത്ത് ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ഓ വായിക്കുമ്പം ഒരു പകുതി അല്ലെങ്കിൽ ഒരു കാൽ ഭാഗം ബുക്കെങ്കിലും തീർക്കണം എന്ന്. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ നടക്കില്ല ഗോപു. ആദ്യം ഇരിക്കുമ്പോഴത്തേക്കിന് 2 പേജ് വായിക്കും, 3 പേജ് വായിക്കും. അപ്പത്തേക്കിന് എവിടുന്നില്ലാത്ത ഉറക്കം വരും. അപ്പം പിന്നെ വായിക്കുന്നൊന്നും തലയിലോട്ട് കയറില്ല. അപ്പം അതിന് അതിൻ്റെതായ ടൈം കൊടുത്ത് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് ആ മോട്ടിവേഷൻ 2 ദിവസം കൊണ്ട് പോവും. എന്തെന്ന് പറഞ്ഞാൽ എൻ്റെ മോട്ടിവേഷൻ അനുസരിച്ച് ഞാൻ കാൽഭാഗം ബുക്ക് ഒരു ദിവസം തീർക്കും. അടുത്ത കാൽഭാഗം നെക്സ്റ്റ് ഡേ. അപ്പൊ ഹാഫ് ഓഫ് ദ ബുക്ക് തീർന്നു. ഇത് ആദ്യത്തെ ദിവസം തന്നെ നടക്കാത്തതുകൊണ്ട് രണ്ടാമത്തെ ദിവസം ഓക്കെ, രണ്ടാമത്തെ ദിവസം കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കും. അതും നടക്കില്ല. അപ്പൊ എന്താണെന്നറിയോ, ഓ ഇതൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ബുക്ക് ഒരു സൈഡിൽ വെക്കും. ആക്ച്വലി ഹാബിറ്റ് ഫോം ചെയ്യുന്നതിനെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന സാധനങ്ങളാണിത്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇൻസ്റ്റന്റ് റിസൾട്ട്സ് നമ്മൾ നോക്കുന്നത്. ഉം. ഇപ്പം നമുക്ക് ഒരു എന്താ പറയുക, ഒരു മാങ്ങ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ അതിൻ്റെ ഒരു തൈ വാങ്ങി കൊണ്ടുവന്ന് വെച്ചു. നമ്മൾ എത്ര നാൾ അതിനെ നോക്കിയിരുന്നാലാ നമുക്കതിൽ മാങ്ങയുണ്ടായി ആ മാങ്ങ കഴിക്കാൻ പറ്റുക അല്ലേ? അതുപോലെ തന്നെയാണ് ഹാബിറ്റിനെയും നോക്കി വളർത്തിക്കൊണ്ട് വരണ്ടേന്ന് തോന്നുന്നു. നമ്മൾ ഇന്ന് ഒരു ശീലം അല്ലെങ്കിൽ നാളെ തൊട്ട് നമ്മളൊരു ശീലം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാൽ അത് പെട്ടെന്ന് ആവില്ല. അപ്പം നീ പറയുന്ന പോലെ 21 ഡേയ്സ് ഒരു ആവറേജ്, അല്ലെങ്കിൽ ഓരോ ആൾക്കാരുടെ ഇത് വെച്ചിട്ട് മാറും. ഉം. അപ്പം നമ്മൾ അതിൻ്റെതായ സമയം കൊടുത്താലേ ഒരു ഹാബിറ്റ് ലൈഫ് ലോങ് ആയി മാറുള്ളൂ. ഇപ്പൊ രഞ്ജിത്ത് ഒക്കെ രണ്ട് സൈഡും നമുക്ക് പറഞ്ഞു. അതായത് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യും പലവരും നീ പറഞ്ഞ പോലെ. അത് കണ്ടിന്യൂ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് പോവാത്തിയ പ്രശ്നം. അതിനും 4 ഈസി വേസ് ഉണ്ട്. ഒന്ന് നീ പറഞ്ഞ പോയിന്റ് തന്നെ, സ്റ്റാർട്ട് സ്മോൾ കേട്ടോ. 10 പേജ് വായിക്കണ്ട, 3 പേജ് വായിച്ചാൽ മതി. ആൻസർ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പം രാത്രി കിടക്കാൻ പോകുമ്പോൾ ബുക്ക് വായിക്കാൻ പോകണമെന്ന് പ്ലാൻ ചെയ്തു വെച്ചോളൂ. അപ്പൊ നമ്മളുടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റുട്ടീൻ ഉണ്ടാവില്ല. ഇപ്പൊ രാത്രി എനിക്ക് ജനറലി നീ ബ്രഷ് ചെയ്ത് കിടക്കലാ വെച്ചോളൂ നിന്റെ റുട്ടീൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ബെഡ് സൈഡിൽ ബുക്ക് വെക്കുക. അപ്പൊ ആ കിടക്കുമ്പോൾ ഞാൻ 3 പേജ് വായിക്കും. അപ്പൊ എന്ത് പറ്റും, നമ്മൾ മറക്കില്ല. അതേപോലെ കുറെ ആൾക്കാർ ഇപ്പം വെള്ളം കുടിക്കണം, എപ്പോഴും ഹൈഡ്രേറ്റ് യുവർ സെൽഫ് എന്ന് പറയും. എന്നിട്ട് എന്നും വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ ഓർമ്മിക്കുക, ഇനഫ് വെള്ളം ഒന്നും കുടിച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പം വെള്ളം കുടിക്കുന്ന ഹാബിറ്റിനെ നമ്മൾ നമ്മളെ മോർണിംഗ് ബ്രഷിങ്ങിന്റെ കൂടെ കണക്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ രാവിലെ നീറ്റു ബ്രഷ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ 2 ഗ്ലാസ് വെള്ളം കുടിക്കണം. ഓ അങ്ങനെ ഇപ്പൊ കുട്ടികൾ സ്കൂൾ വിട്ട് വന്ന് നമ്മളിപ്പോ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞു. കുട്ടികൾ സ്കൂൾ വിട്ട് വന്ന് നമ്മൾ എന്താ പറയാ, അയ്യോ ഇങ്ങനെ ബുക്കും ബാഗും അവിടെ ഇടരുത് കേട്ടോ, ഷൂ ഊരി വെക്കണം എന്ന് പറയും. പക്ഷെ അവര് വരുമ്പോ എന്താ ചെയ്യുന്നവരോ, എല്ലാവരും ഇങ്ങനെ റിലാക്സ്ഡ് ആയിരിക്കുമ്പോ അവരും ഇരിക്കും, അതെല്ലാം മറക്കും. പകരം വീട്ടിൽ വന്ന് കയറിയ ഉടനെ ഷൂറാക്കിൽ ഷൂ വെക്കുക, ബാഗ് റൂമിൽ വെക്കുക, ടിഫിൻ ബോക്സ് വാഷ് ബേസിനിൽ ഇടുക. ഇങ്ങനെ നമ്മൾ പറഞ്ഞ അത് അവർക്കൊരു ചെയിൻ ആക്ഷനായി മാറി. അത് പിന്നെ അത്രയ്ക്ക് പെട്ടെന്ന് കുറച്ച് ദിവസം പ്രാക്ടീസ് തന്നെ പോരിക. പക്ഷെ ഈ കാര്യം കുട്ടികളോട് പറയുന്ന നമ്മള് ഓഫീസ് വിട്ട് വന്ന ബാഗും സോഫയിൽ എറിഞ്ഞ് സുഖമായിട്ട് ആ ഡ്രസ്സും മാറ്റാതെ ചായ കുടിച്ച് ഇരിക്കണ കാണുന്ന കുട്ടികള് അവരതിന് അത്ര വാല്യൂ തരില്ല.
പാരൻസ് പറയുന്നത് തന്നെ അവര് പ്രാക്ടീസും ചെയ്യുമ്പോഴാണ് അതിനൊരു ഇത് വരിക. അപ്പൊ ഇപ്പൊ തന്നെ 3 സിമ്പിൾ കാര്യങ്ങളായില്ലേ. ഒന്ന് സ്റ്റാർട്ട് സ്മോൾ. സെക്കൻഡ് തിങ് നമ്മളെന്താ പറഞ്ഞു, ഏതെങ്കിലും റുട്ടീനോട് കണക്ട് ചെയ്യാൻ പറഞ്ഞു. മൂന്നാമത്തെ നമ്മൾ പറയുന്ന കാര്യം ചെയ്തും കാണിക്കുക. നാലാമത്തെ ഇപ്പൊ നീ 3 പേജേ വായിച്ചുള്ളൂ പറഞ്ഞില്ലേ, ആ 3 പേജ് 21 ഡേയ്സ് വായിച്ചാൽ സെലിബ്രേറ്റ് ഇറ്റ്. അതെ. ഡോണ്ട് തിങ്ക് ദാറ്റ് ഞാൻ എൻ്റെ ബുക്ക് കംപ്ലീറ്റ് ചെയ്തില്ല, 21 ഡേയ്സിൽ ഈ ബുക്ക് തീർക്കലായിരുന്നു എൻ്റെ ഉദ്ദേശം. അങ്ങനെ ഉണ്ടാവില്ലേ. അതാണ് ഇപ്പൊ മാർക്കിന്റെ കാര്യത്തിലൊക്കെ ഇപ്പൊ നമ്മൾ കുട്ടികളോട് പറയാ, ഓ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യണോ, ഈ പ്രാവശ്യം നമുക്ക് 95% മാർക്ക് വാങ്ങാട്ടോ. 75 വാങ്ങുന്ന കുട്ടി എന്നും പഠിക്കാൻ തുടങ്ങി, എന്നിട്ട് ആ കുട്ടി 80 എത്തി. നല്ലതല്ലേ, അറ്റ്ലീസ്റ്റ് എല്ലാ ദിവസവും പഠിച്ചല്ലോ. 75 80ലേക്കല്ലേ വന്ന, 95 എത്തണം എന്ന് നമുക്ക് നിർബന്ധമില്ല. അപ്പൊ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് വെച്ചാൽ ഈ ശീലം വിട്ടുപോകില്ല. നമ്മൾ അങ്ങനെ 21 കഴിഞ്ഞാൽ 42ലേക്ക് പോകും, അങ്ങനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അതുപോലെ നമ്മളില്ലേ, ഐ മീൻ ഞാൻ കുഞ്ഞിലെ കുട്ടികൾക്ക് അന്നത്തെ കാലത്ത് ഒരു ഹാബിറ്റ് ഫോം ചെയ്യാതെ കുട്ടികൾ കുറച്ച് വലുതായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടു ചില കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം പുതിയതായിട്ട് പേരൻസ് ഒക്കെയാണ്, കുഞ്ഞു കുഞ്ഞു കുട്ടികളാണെങ്കിൽ ചില ഹാബിറ്റ്സ് കേട്ടോ, എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയാണ്, വിച്ച് ഐ മിസ്ഡ്. നിങ്ങൾ മിസ് ചെയ്യാണ്ടിരിക്കാൻ നിങ്ങളുടെ കുട്ടികളെ കുറച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങൾ കുറച്ച് വലുതാവുമ്പോഴില്ല നമ്മൾ കുറെ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാം. ആദ്യത്തെ ഒരെണ്ണം ഞാൻ ചിന്തിച്ചപ്പോൾ എടുത്താണ് റീഡിങ്. ഉം. ഇപ്പൊ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന പോലെ ഒരു ഏജിൽ ഞാൻ എൻ്റെ മക്കളെ ആ റീഡിങ്ങിലോട്ട് കൊണ്ടുവരാൻ കുറെ സ്ട്രഗിൾ ചെയ്തു. ഉം. അപ്പൊ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് സ്മോൾ. പിള്ളേര് കുഞ്ഞതായിരിക്കുമ്പം നമ്മൾ ചിലപ്പോൾ റീഡ് ചെയ്ത് കൊടുത്താൽ അവരിങ്ങനെ കേട്ടോണ്ടിരിക്കും. പിന്നെ അവര് പതുക്കെ റീഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ 3 ലെറ്റർ വേർഡിന്റെ സ്റ്റോറീസ്, 2 ലെറ്റർ വേർഡ്സിന്റെ സ്റ്റോറീസ് അങ്ങനെയൊക്കെ പറഞ്ഞ് കിട്ടും. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എനിക്ക് തോന്നുന്നു ആ റീഡിങ് ഒരു നല്ല ഹാബിറ്റ് ആയിട്ട് ലൈഫ് ലോങ് വരും. എന്താന്ന് പറഞ്ഞാൽ റീഡിങ്ങിൽ നിന്ന് കുറേ ക്രിയേറ്റിവിറ്റിയും അതുപോലെ കുറേ നോളജും നമ്മളുടെ സ്ഥലത്തിൻ്റെ മാത്രമല്ല പല പല കൺട്രീസിനെ പറ്റിയും അവരുടെ കൾച്ചറിനെ പറ്റിയും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് റീഡിങ്. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ നോക്കുന്നതാണ് സ്ലീപ്പ് കേട്ടോ. അതും ശരിക്കും ഒരു ഹാബിറ്റായിട്ട് കൊണ്ടുവരേണ്ട കാര്യം തന്നെയാണ്. ഒരു പെർട്ടിക്കുലർ ടൈമിൽ കിടക്കാൻ സമ്മതിക്കുക, അതുപോലെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ എണീപ്പിക്കുക. ഈവൻ വെക്കേഷൻ ആണെങ്കിലും ഈ ഒരു ടൈം ഫോളോ ചെയ്താൽ അവർ ആ കറക്റ്റ് ടൈമിന് ആ വേണ്ടിയ ഉറക്കം അവർക്ക് കിട്ടുന്നത് കൊണ്ട് അവരുടെ ബ്രെയിൻ ആക്ടിവിറ്റി നല്ലതായിരിക്കും. ഇതിപ്പോൾ എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിൽ സീസൺസ് പോലെയാണ്. പലതരത്തിൽ പല പല സ്ലീപ്പിംഗ് പാറ്റേൺസ് ആണ്. സ്കൂളുള്ളപ്പം ഒരു പാറ്റേൺ, വീക്കെൻഡിൽ വേറെ ഒരു പാറ്റേൺ, ഹോളിഡേയ്സിന് എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു പാറ്റേൺ. പക്ഷെ അതെനിക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അപ്പം അതും കുറച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിലേ തന്നെ ഒരു പ്രാക്ടീസ്, ഒരു ഹാബിറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതാ. പിന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ മണി സേവിങ്, അതും ഒരു കുഞ്ഞു പ്രായത്തിൽ തന്നെ കൊണ്ടുവരേണ്ട ഒരു ഹാബിറ്റ് ആണ് കുട്ടികളിൽ, അല്ലേ? അതുപോലെ തന്നെ വേണ്ടതാണ് എക്സസൈസിങ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ചെറുപ്പത്തിൽ ചിലപ്പം കുഞ്ഞ് നടക്കാൻ തുടങ്ങുന്ന ടൈമിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൈ പിടിച്ചൊന്ന് വെളിയിൽ നടക്കുക. അത് കഴിയുമ്പോൾ ഒന്ന് സൈക്ലിംഗ് ആകുമ്പോഴത്തേക്കിനും കുട്ടികൾക്ക് സൈക്കിൾ വാങ്ങിക്കൊടുത്ത് അരമണിക്കൂറോ 3/4 മണിക്കൂറോ വെളിയിൽ, അല്ലേ, സൈക്ലിംഗ്. അതുപോലെ അത് കഴിയുമ്പോഴത്തേക്കിനും ക്രിക്കറ്റ് ആയിക്കോട്ടെ, ബാഡ്മിൻ്റൺ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എന്തൊരു ആക്ടിവിറ്റിയും ആ ഒരു പെർട്ടിക്കുലർ ടൈം നമ്മൾ എക്സസൈസിന് വേണ്ടി മാറ്റി വെച്ചാൽ കുട്ടികൾ ഭയങ്കര ഹെൽത്തിയാവും. ഈ ഭയങ്കര എന്താ പറയാ, അസുഖങ്ങളും ഒക്കെ ചെറുപ്രായത്തിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും അഥവാ ഇങ്ങനത്തെ ഒരു ഹാബിറ്റ് കൊണ്ടുവരികയാണെങ്കിൽ. പിന്നെ വേറെ ഒരെണ്ണമാണ് നല്ല ഫുഡ്, ഹെൽത്തി ഫുഡ്. അതും എനിക്ക് തോന്നുന്നു ഒരു പെർട്ടിക്കുലർ ഡേ, വീക്കെൻഡോ അങ്ങനെ അല്ലെങ്കിൽ സ്പെഷ്യൽ ഡേയ്സിന് ഇതുപോലെ വെളിയിൽ നിന്ന് ജങ്ക് ഫുഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് പോലെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അതായിട്ട് യൂസ്ഡ് ആവും. അപ്പൊ അവർക്ക് എപ്പോഴും ജങ്ക് കഴിക്കണം എന്നുള്ളൊരു തോന്നലൊന്നും ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ കുറച്ച് ഹാബിറ്റ്സ് ആണ് ഓർക്കുക. പിന്നെ വേറൊരു കാര്യം വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്, കുട്ടികളെ അവനോന്റെ വീട്ടിൽ അവനോന്റെ പണികൾ ചെയ്യാൻ പ്രാപ്തരാക്കുക. അതൊരു ഹാബിറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓ ഞാൻ ഇന്ന് മമ്മയെ ഹെൽപ്പ് ചെയ്തു, എനിക്കിനി നാളെ ഹെൽപ്പ് ചെയ്യാൻ വയ്യ, അങ്ങനല്ല. ഒരു വീടെന്ന് പറഞ്ഞാൽ ആ മമ്മ, പപ്പ, പിള്ളേര്, ഗ്രാൻഡ് പേരൻസും ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവനോന്റെ പണി ചെയ്യുന്നത് ആ വീട്ടിലെ ഒരു മെമ്പർ എന്നുള്ള രീതിയിലാണ് വേണ്ടിയത്. അല്ലാതെ ഞാൻ ഇന്ന് തുണി ലോണ്ടറിയിൽ ഇട്ടു, ഓ ഞാൻ മമ്മയെ ഹെൽപ്പ് ചെയ്തു, അതെങ്ങനെ മമ്മയുടെ ജോലിയാവുന്നത്? അത് എല്ലാവരുടെയും, ആ വീട്ടിലെ എല്ലാവരുടെയും ജോലികളാണ്. അത് നമ്മൾ കുഞ്ഞിലേ ശീലിപ്പിച്ച ഈ കുട്ടികൾ വലുതാവുമ്പോഴും അവനോന്റെ പണി ചെയ്യാൻ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, അല്ലേ? അപ്പൊ എനിക്കിതൊക്കെ എനിക്ക് തെറ്റിപ്പോയ കുറെ കാര്യങ്ങൾ ചിന്തിച്ച് പറഞ്ഞതാ.
കുഞ്ഞു ഹാബിറ്റ്സ് നമുക്ക് ചെറുപ്പത്തിലേ തൊട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പൊ രഞ്ജു പറഞ്ഞ പോയിന്റ് കൂടെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ പറയാറില്ലേ എപ്പോഴും ആ ദിവസം നമുക്ക് വളരെ ചെറിയ സന്തോഷമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും ഈ നീ പറഞ്ഞ കിടക്കുന്നതിന്റെ മുമ്പ് നമ്മൾ അതും കൂടി ഒന്ന് ചെയ്യാൻ കുട്ടികൾ വെച്ചാൽ വലുതാകുമ്പോൾ നമ്മൾ ഇപ്പൊ ഒക്കെ പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. അപ്പോഴേ പഠിച്ചു വന്നവർക്ക് ഓട്ടോമാറ്റിക്കലി കിടക്കാൻ പോകുമ്പോൾ അവർ പ്രാർത്ഥിച്ച് താങ്ക് യു ഗോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുക. Correct. നമ്മൾ കേട്ടിട്ടില്ലേ ആ ഒരു പ്രോവർബ്, റൂം വാസന്റ് ബിൽറ്റ് ഇൻ എ ഡേ. ആ അപ്പൊ നമ്മളൊരു സക്സസ്ഫുൾ ആളെയോ അല്ലെങ്കിൽ നല്ല സ്വഭാവമുള്ള കുറെ നല്ല ശീലങ്ങളുള്ള ആൾക്കാരെയോ കാണുമ്പോൾ നമ്മൾ ശരിക്കും അവര് വർഷങ്ങളായി ഉണ്ടാക്കിയ അവരുടെ ബേസ് നമ്മൾ കാണുന്നില്ല. നമ്മൾ ഫൈനലി ആ പീക്ക് മാത്രമേ കാണുന്നുള്ളൂ, ഒരു മൗണ്ടന്റെയോ ഐസ്ബർഗിന്റെയോ കാണുന്ന പോലെ. അതിന്റെ അടിയിൽ കുറേ പെർസിസ്റ്റന്റ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കാലങ്ങളായിട്ട് അവർ ചെയ്തു പോയ ഏതോ ഒരു ഹാബിറ്റിന്റെ റിസൾട്ടാണ് നമ്മളൊരു ഏജിൽ കാണുന്നത്. അപ്പൊ നമ്മളെ അടുത്ത് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്. നമ്മൾ എപ്പോഴും അത് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും ഒരു ഹാബിറ്റ് ആക്കി മാറ്റുക. അല്ല, താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് വിത്ത് റെൻ ആൻഡ് ഗോ.